ഡബിൾ സ്റ്റാൻഡേർഡുകളെ പരിഹസിക്കുക എന്നത് തന്നെയാണ് സിനിമയുടെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം. ഇതിലെ പുരുഷ കഥാപാത്രങ്ങളെല്ലാം തന്നെ അവരവരുടെ സെക്ഷൽ ആയിട്ടുള്ള ഫീലിംഗ്സിനെ കുറിച്ച് നല്ല ധാരണയുള്ളവരാണ്. പക്ഷെ നാട്ടുകാർ എന്ത് പറയുമെന്നുള്ള ഭയവും കൂടെ കൊണ്ടു നടക്കുന്നവരാണ് അവർ. ഈ സിനിമയിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ ഒരു സംഗതി ഇതിലെ കാസ്റ്റിംഗ് ആണ്. ഒരുപാട് നടന്മാർക്ക് നമ്മൾ ചാർത്തി കൊടുത്തിട്ടുള്ള സ്റ്റീരിയോ ടൈപ്പ് ചെയ്യപ്പെട്ട ക്യാരക്ടറുകളുണ്ട്. അതായത് മേജർ രവി ആണെങ്കിൽ ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനായിരിക്കും, ശ്രീകാന്ത് മുരളി ആണെങ്കിൽ ഒന്നെങ്കിൽ ഡോക്ടർ അല്ലെങ്കിൽ വക്കീൽ. ഈ ഒരു പാറ്റേൺ പിന്തുടർന്നുകൊണ്ട് തന്നെയാണ് ഇവിടെ ഈ കാസ്റ്റിംഗ് നടക്കുന്നത്. പക്ഷേ ഇത്തരം കഥാപാത്രങ്ങൾ സ്പായുടെ ഉള്ളിലെത്തിയാൽ സ്വഭാവം ഉൾട്ടയാകും. അതുപോലെ സാധാരണഗതിയിൽ നമ്മൾ വില്ലന്മാരായിട്ടോ വില്ലന്മാരുടെ കൂടെയുള്ളവരായിട്ടോ കാണുന്ന വിജയ് മേനോനും വിനീത് തട്ടിൽ ഡേവിഡും ഒക്കെയാണ് അവിടെ ജോലി ചെയ്യുന്ന സ്ത്രീകളോട് കുറച്ചെങ്കിലും മനുഷ്യത്വപരമായിട്ട് പെരുമാറുന്നത്. ഓരോ പുരുഷ കഥാപാത്രങ്ങളെ ഉപയോഗിച്ച് എപ്പിസോഡ് പോലെ പോകുന്നത് തരക്കേടില്ലെങ്കിലും ഇതിനെല്ലാം കൂടി ഒരു നല്ല അവസാനം കണ്ടുപിടിക്കാൻ സംവിധായകന് പറ്റുന്നില്ല. ക്രിയേറ്റീവ് ബ്ലോക്ക് അടിച്ചിട്ടാണെന്ന് തോന്നുന്നു പുള്ളി സോഷ്യലി റെസ്പോൺസിബിൾ സിനിമകൾ പിടിച്ച് അവാർഡൊക്കെ വാങ്ങുന്ന പ്രിട്ടൻഷ്യസ് ആയിട്ടുള്ള ഫിലിം മേക്കർമാരെ കളിയാക്കാൻ ഈ സിനിമയുടെ അവസാന ഭാഗത്തെ ഉപയോഗിക്കുന്നുണ്ട്.